വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്ത് പോയ കൂട്ടത്തിൽ മണപ്പുറത്ത് കൂടിയും കയറിയിട്ടുണ്ടായിട്ടോ. എല്ലാ പ്രാവശ്യം മണപ്പുറം പോകാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമ്മളങ്ങനെ പോണതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടുണ്ടായില്ല. നോമ്പും ക്ഷീണവും വെയിലും എല്ലാം കൂടി കാരണം നമ്മൾ പോണതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായില്ല. ഓൾറെഡി നമ്മൾ പുറത്ത് പോയതും ഇതിൻ്റെ തൊട്ടടുത്തായത് കാരണം നമ്മൾ അങ്ങനെ കയറി നിന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം എനിക്ക് മണപ്പുറം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തിലേക്കാളും കുറച്ചുകൂടി വൃത്തി ഉണ്ടായിട്ടോ. പിന്നെ ഇപ്രാവശ്യം അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായി. ഞാൻ കുറച്ച് വഴിയൊക്കെയാണ് ചെന്നെന്നാലും ആളുകളൊക്കെ ഉണ്ടായി. എങ്കിലും നല്ല നീറ്റായിട്ട് കിടക്കണുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായില്ല. ലാസ്റ്റൊക്കെ ആയിട്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നിയത് ഈ കാണുന്ന സാധനത്തിനെ ഞാൻ പുതുതായിട്ട് കാണുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കണ്ണിൽ പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ടായില്ല. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായി. ഞാനും കുറച്ച് നേരമൊക്കെ അത് നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമാണ് നടക്കാൻ വേണ്ടി. അപ്പോഴാണ് ഈ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്. ഇവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തപ്പോൾ ഈ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിലേക്ക് വരുമായിരുന്നു. പിന്നെ അവർ ഡാൻസ് കളിക്കണത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കത് ഓഫ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ അവർ നിർത്തണുണ്ടായില്ല. ആളുകളൊക്കെ എന്നെ നോക്കണുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പോയിട്ടോ. ഈ കാണുന്ന സാധനങ്ങളിലൊന്നും ഞാൻ കയറാറില്ല. എനിക്ക് ഒടുക്കത്തെ പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം തോണി കയറിയിട്ട് തന്നെ എൻ്റെ പൊന്നോ അതിൻ്റെ കറക്കം ഇപ്പോഴും മാറണില്ല. എങ്ങനെ ഇതിലൊക്കെ ആളുകൾ കയറുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു അത്തും പിടിയും കിട്ടണില്ല. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പം ആളുകളിൽ കയറിയിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് എന്തായാലും കേൾക്കാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്ത് ഭംഗിയില്ലേ, ഇതിലൊക്കെ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. ഇത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മോൻക്ക് എന്തിലേലൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നിലും കയറാനുള്ള ധൈര്യം എനിക്കില്ലാത്ത കാരണം മോനെ നമ്മളിതിലൊന്നും കയറ്റിയിട്ടുണ്ടായില്ല. മോൻക്ക് പറ്റിയൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായി. എന്തോ ഈ സാധനം ചെവിയിൽ കുത്തി വെച്ചിട്ട് ആശാൻ അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിട്ടോ. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിഞ്ഞൂടെ. എന്തോ വീഡിയോസ് എന്തോ കാണുകയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവൻ അതിൻ്റെ ഒപ്പം ഇരുന്ന് തല അങ്ങോട്ടൊക്കെ കാണിച്ചാണ്ട് അവൻ എൻജോയ് ചെയ്തൊക്കെ കാണുന്നുണ്ടായി. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവണമെന്നും ഉണ്ടായില്ല കേട്ടോ. ആളതൊക്കെ ഇങ്ങനെ കണ്ട് ഇരുന്ന് ഞാൻ കുറച്ചു നേരം അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്താണ് അവലെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചോദിക്കാനും പറ്റില്ല. എന്തായാലും ആളതൊക്കെ ഇങ്ങനെ എന്ത് നല്ല നീറ്റായിട്ടിരുന്നാൽ കാണുന്നത് നോക്കി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. വാവ്, വീട്ടിൽ കൊടുന്ന് വെക്കായിരുന്നു. പക്ഷെ ഇത് വിൽക്കാനുള്ളതല്ല, കൊച്ചുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ സൗണ്ട് നിലവിളി സൗണ്ട് കേട്ടുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആ ചേട്ടൻ വീണ്ടും എൻ്റെ ഫ്രണ്ടിൽ. ആ ചേട്ടൻ എന്തോ വീഡിയോ ഇട്ട് വൈറലാവാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ആ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിലേക്ക് വരും. എന്തായാലും മോന് അവരെ പിരുന്നാണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിട്ട് മോൻ ഡാൻസ് കളിക്കുന്നത് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇടാം. അതിൻ്റെ ശേഷം മോനിതാ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മളൊക്കെ ചെയ്യണത്. കാരണം വേറെ എല്ലാം മോനെ കയറ്റുന്നുണ്ടായില്ല. കാർ റൈസിങ് പോലത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് മോനക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിനി. അത് മോൻ അതൊക്കെ ഇരുന്ന് കളിക്കണുണ്ടായി. നല്ല ഭംഗിയില്ല കാറ്. അത് വെച്ച് ആശാൻ ഇരുന്ന് ഇങ്ങനെ കാർ റൈസിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലുള്ള ടൈപ്പാണെങ്കിലും ഈ ടൈപ്പില്ലായിരുന്നു. അത് കഴിഞ്ഞതായി യന്ത്രൂഞ്ഞാൽ ഇറങ്ങണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടായി. എന്ത് രസം അതിൻ്റെ ഉള്ള നല്ല നിലവിളി ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഏതൊരു സിനിമയിൽ സൈക്കോ അടിക്കണതിരി. വാവ്, അടിപൊളി സൗണ്ടാണ്. എന്നാൽ പിന്നെ എല്ലാവരും അതിൽ എന്തിനാ കയറണമെന്ന് ഇങ്ങനെ ആലോചിക്കും കേട്ടോ. രസമായിരിക്കും. നമുക്ക് കയറാത്ത കാരണം അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ആശൻ നെക്സ്റ്റ് ചെയ്യണത് അവൻ്റെ സ്ഥിരം പരിപാടി തന്നെ. ഒരു ഭാഗത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കാത്തൊരു ക്യാരക്ടറായതുകൊണ്ടാണ് അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിലവിളി ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ സാധനത്തിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണുണ്ട്. ആരും ഇവിടെയൊന്നും കളിക്കണമൊന്നുമില്ല കേട്ടോ. ആർക്കും ഇതൊന്നും വേണ്ട. ആളിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ കുറേ നേരം ആ പന്തും ബോളും സംഭവങ്ങളും പന്തും ബോളൊക്കെ ഒന്ന് തന്നെയാണല്ലോ അല്ലേ, അതൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. ഞാനിങ്ങനെ ബോറടിച്ച് വീട്ടിൽ പോവാന്നുള്ള മൈൻഡായിരുന്നു. എന്താ പറയുക, നമുക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. പിന്നെ ആൾക്ക് ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന കാരണമൊക്കെ നമ്മൾ അങ്ങനെ പുറത്ത് പോയതാണ്. ആശാൻ ഇതൊക്കെ മുതലാക്കണുണ്ട് കേട്ടോ. കിട്ടിയ അവസരങ്ങളൊക്കെ ആശാൻ മുതലാക്കണുണ്ട്. എല്ലാത്തിലിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കണുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കളിക്കണത്. എന്ത് ഭ്രാന്താലേ. അങ്ങനെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചിങ്ങനെ നടന്ന് പോരുമ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. നടന്നിങ്ങനെ പോന്നുകൊണ്ടിരുന്നപ്പോൾ ഈ യന്ത്രൂഞ്ഞാലും മറ്റൊക്കെ വീണ്ടും കറങ്ങണത് തന്നെ കാണുന്നുണ്ട്. ആളുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കൊണ്ട് അറിഞ്ഞാതിരി നടക്കുന്നുണ്ട്. ആരും ഇവരൊക്കെ എന്ത് ചെയ്ത് നോക്കണമെന്ന് വെച്ചാൽ മോൻ്റെ ഡാൻസ്. ഞാൻ പറഞ്ഞില്ല അവരെപ്പോഴും മോൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ ഡാൻസ് കണ്ടിട്ട് എല്ലാവരും നോക്കണുണ്ടായിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
അപ്പോഴാണ് വീണ്ടും ഞാൻ അവരെ കാണട്ടെ. അവർ പൊരിഞ്ഞ ഡാൻസായിരുന്നു. നല്ല അടിപൊളി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെന്തൊക്കെയായാലും ഡാൻസിൽ ആൾ പുലിയാ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ഡാൻസ്. എനിക്ക് നല്ല ഇഷ്ടം. ഞാനിരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട ആൾ പോട്ടേത്. പക്ഷെ ഞാൻ ഫോണും കൊണ്ട് വരുന്നിടത്ത് ആൾ വീഡിയോ അല്ല ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എന്ത് ചെയ്യാനാ. ഞാനങ്ങനെ അതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞാനങ്ങനെ നടന്നിട്ടോ. നടന്ന് ഇവർ നിർത്താനുള്ള പരിപാടിയില്ല. ഞാനവിടുന്ന് പോയാലും കുറച്ച് കഴിയുമ്പോൾ കാണാൻ എൻ്റെ ഫ്രണ്ടിലിരുന്ന് കളിക്കണം. എങ്ങനെയാണ് അവ ഫ്രണ്ടിലേക്ക് എത്തണതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങടാ നടക്കണേ, ആളങ്ങടാ നടത്തിനെ. പിന്നെ കണ്ടീന് രണ്ടാളും ഒരുമിച്ച്. ഹായ്, ആൾക്കൊരു ലോകമല്ല. നല്ല കളിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതിലും വലിയ സംഭവം. വേറൊന്നുമില്ല, എല്ലാവരും തോക്കെടുത്തെങ്ങാണ്ട് വെടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 50 രൂപയൊക്കെ വെച്ചെങ്ങാണ്ട് എല്ലാവർക്കും 4 ശരിയാവും, 5-മത്തത് ശരിയാവണില്ല. എത്ര പേരാണെന്നറിയാം അവിടെ ഇരുന്നെങ്ങാണ്ട് ഇതിങ്ങനെ വെടി വെച്ചുകൊണ്ടിരിക്കണുണ്ടായെന്നറിയാം. ഞാൻ കുറച്ച് നേരം അത് നോക്കിയിരുന്നു. വേറൊരു പണിയൊന്നും ഇല്ലല്ലോ. അത് കാരണം നമ്മളതിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. മോനിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം അവിടെ കുറേ സാധനങ്ങൾ ടോയ്സ് വെച്ചിട്ടുണ്ടായി. അതിൽ ഏത് കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെക്കുന്നവരോടൊക്കെ ഇങ്ങോട്ട് താ ഞാൻ വെക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആശാന്. എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഈ ഒരു സംഭവം വെടിവെച്ച് കളിക്കാട്ടായിരുന്നു. എല്ലാവരും വിചാരം സിമ്പിളായിരുന്നല്ലോ. പക്ഷെ ചിലവർ 4 റെഡിയാക്കിയിട്ടുണ്ട്, 2 റെഡിയാക്കലുണ്ട്. ആൾ എന്നിട്ട് തോക്കൊക്കെ പിടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. അവനക്കത് പൊങ്ങാനേ ഉണ്ടായില്ല. അങ്ങനെ കുറേ ആൾക്കാർ മത്സരിച്ച് എന്താ വെടിവെക്കണുണ്ടായി. പക്ഷെ ആർക്കും ഒന്നും കിട്ടിയില്ല. അവരെന്തോ ചെയ്യണുണ്ടോന്നുണ്ട്. കാരണം കറക്റ്റായിട്ട് ആർക്കും കിട്ടണുണ്ടായില്ല. എല്ലാവരും സസ്യായി സിമ്പിളായിട്ട് 4 വെച്ച ആൾക്കാർ വീണ്ടും വെക്കണുണ്ടായി. ഇതിലെന്തായാലും അടിക്കും എന്നുള്ളത്. കറക്റ്റ് 1 അവർക്കൊക്കെ നഷ്ടപ്പെടും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലേ അതും ഒരു ഗെയിം. കാണുമ്പോൾ ഗിഫ്റ്റ് കാണുമ്പോൾ സംഭവം വലുതൊക്കെ ആയിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടണ്ടേ. അങ്ങനെ മോൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇവരിത് എന്തായി കാണിക്കണത്. അവനെന്തൊക്കെയൊക്കെയോ അവരോട് പറയണ്ട, അങ്ങനെയില്ല ഇങ്ങോട്ട് വെക്കുക ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ വെടി വെക്കണോടത്ത് ഇഷ്ടം പോലെ ആൾക്കാർ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് 1-2 സാധനങ്ങൾ മോൻക്ക് വാങ്ങിയിട്ടുണ്ടായി. ഈ കണ്ണ സ്ഥലത്ത് നിന്ന് മോൻക്ക് എന്തൊക്കെയൊക്കെയോ വാങ്ങിയിട്ടുണ്ടായത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പെരിയാറിൽ നിന്ന് വീണ്ടെടുത്ത ജൈവ മാലിന്യങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ മീൻ, ഫിഷ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാനത് കുറച്ച് നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായി. മെയിനായിട്ട് നടക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയല്ല, നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നടന്നുകൊണ്ട് വന്നപ്പോൾ വീണ്ടും കൊച്ചുങ്ങളല്ലേ അത് വേണം ഇത് വേണം പറഞ്ഞു. പക്ഷെ ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. ഇതൊക്കെ ഓൾറെഡി അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളായിരുന്നു. അത് കാരണം ഇതൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണ്ടല്ലോ. അശ്വൻ ഇതെല്ലാം ഓരോന്നായിട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് 2 പേരും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ തലയിൽ ഇപ്പം എല്ലാവരൊക്കെ റീൽസിലും കാണാം ഈ സാധനം. ഇത് വെച്ചിങ്ങാണ്ട് കുറച്ച് നേരം അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ കാഴ്ചകളും ഇവിടെ അവസാനിപ്പിച്ചു. കാരണം അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിട്ടോ. ആൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ഇതൊന്ന് കയറി അടുത്തേക്ക് ഓരോരുത്തരെ കൊച്ചുങ്ങളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുമായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. കയറണവർക്ക് നല്ല ധൈര്യം വേണമെന്ന് ചോദിച്ചു, വേറൊന്നുമില്ല. അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. എല്ലാം കണ്ട് തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ നടന്ന് പോയി. അപ്പോൾ ഓക്കെ, ബായ്.